ഇഷ്ട ഫൈമു ടാറ്റ പറ. ഹലോ, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. തീരെ വയ്യ, ഭയങ്കര പ്രശ്നത്തിലാണ്, എല്ലാം കൊണ്ടും പ്രശ്നത്തിലാണ്. എന്നാലും വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോന്റെ വ്യൂസ് കണ്ടപ്പോൾ എനിക്ക് ആകെ ഷോക്കായി. നല്ല വ്യൂസ് കുറയുന്നു. അപ്പൊ എനിക്ക് ആകെ വിഷമമായി. അപ്പൊ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോ എന്തായാലും വീഡിയോ എത്ര വൈകിലും ഇടാന്ന് പറഞ്ഞിട്ട് എഡിറ്റിംഗിലാണ്. അതാണ് സൗണ്ട് നല്ല പ്രശ്നമാണ്. പിന്നെന്താ, ഇന്ന് തമ്പനയിൽ കണ്ട പോലെ തന്നെ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയായ ഒരു ദിവസമായിരുന്നു കേട്ടോ. കുഞ്ഞുവിന്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്, അതിന് പോവുകയാണ്. ഡാൻസ് ഒന്നുമില്ല, രണ്ടാളും ഡാൻസിനില്ല. അവള് ചേർന്നതായിരുന്നു, പിന്നെ അവള് വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിവാക്കി. അപ്പൊ ദാ കുഞ്ഞുവിന്റെ സ്കൂള് എത്തിയിരിക്കുകയാണ്. നല്ല ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പൊ ഫംഗ്ഷൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ പോകുമ്പോഴേക്കും എനിക്ക് വയ്യാത്തതുകൊണ്ട് കുറച്ച് ലേറ്റായി. കറക്റ്റ് സമയം 6 മണിക്ക് എത്താൻ പറ്റിയില്ല. 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാ പറഞ്ഞത്. നമ്മൾ എത്തുമ്പോൾ 7 മണിയായി. കുഞ്ഞുണ്ട് നല്ല ഹാപ്പിയിലാണ്, നല്ല ഒരുക്കങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. ആള് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഉടുപ്പൊക്കെ ഇട്ട. ഈ ഉടുപ്പൊന്നും അങ്ങനെ ഇടില്ല കേട്ടോ, മേലെ കുത്തും എന്ന് പറഞ്ഞിട്ട് ജീൻസും ടോപ്പ് തന്നെ ഇടുള്ളൂ. അവൾക്ക് ജീൻസ് ടോപ്പ് തന്നെയാണ് എപ്പോഴും ഇഷ്ടം. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു നല്ല ഒരുങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് അവളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോ വീഡിയോ എടുക്കുന്നു പറഞ്ഞപ്പോ അങ്ങനെ എടുത്ത്. അപ്പൊ അത് നമ്മളൊരു സീറ്റ് പിടിച്ചിരുന്നതാണ് കേട്ടോ അവളുടെ സ്കൂള്. ഇതാണ് സ്കൂള്, മാത്തൂർ ഈസ്റ്റ് LP സ്കൂളാണ് കേട്ടോ. അപ്പൊ പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കുന്നു, പ്രസംഗം കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും സീറ്റിലൊക്കെ കിട്ടി നിരന്നിരുന്നു. അവൾ അങ്ങോട്ട് പോട്ടമ്മ ചോദിക്കണ. ശരി പോയിക്കോന്ന് പറഞ്ഞ അതിന് മുമ്പ് ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതായിരുന്നു. ഞങ്ങൾ 4 ആളും കൂടെ അങ്ങനെ ഇരുന്നു. പരിപാടികൾ ഓരോന്നായിട്ട് തുടങ്ങുന്നു. മുഖ്യ അതിഥി നമ്മൾ മിന്നൽ മുരളിയിലെ ബാലതാരമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു എന്ന് പറയാൻ ഒരു കാരണമുണ്ട് കേട്ടോ. ഇപ്പൊ കേൾക്കാം നിങ്ങൾക്ക്. ഞാനും ഇക്കയും എല്ലാവരും നല്ല സന്തോഷിച്ചു. എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാം. ആ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നല്ല സന്തോഷമായിരുന്നു കേട്ടോ, നല്ല സന്തോഷമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല സന്തോഷമായിരുന്നു. ഫൈക്കുട്ടനിക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫൈക്കുട്ടന് ഹാപ്പി ആയിട്ടുണ്ട്. എന്തായാലും ഇതാണ്ടോ, കേട്ടോളൂ. ആദിഷാർ വന്നിട്ടില്ല. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ എസ്. നല്ല കൈയ്യടി കൊടുക്കുക ഫാത്തിമയ്ക്ക്. 1000 രൂപയുടെ ക്യാഷ് അവാർഡാണ് ഫാത്തിമ ഏറ്റുവാങ്ങുന്നത്. ഇത് നല്ലൊരു പ്രോത്സാഹനമായി എടുക്കണം, സ്നേഹത്തിന്റെ മത്സരമാക്കി എടുക്കണം. 2ാം സ്ഥാനം നേടിയ അഭയ. അപ്പൊ കേട്ടില്ലേ, നല്ല ഹാപ്പി ആവാനുള്ള കാരണം എന്താന്ന് കേട്ടില്ല. നല്ല ഹാപ്പി ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. എനിക്ക് വയ്യാത്തതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഒരു 2 ഡാൻസ് അവർക്ക് സന്തോഷമാവാൻ വേണ്ടിയിട്ട് 2 ഡാൻസ് ഉണ്ട്. ഞങ്ങള് വേഗം അങ്ങോട്ട് ഇറങ്ങി. ഇതാ വീടെത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുവിന് 3ാം ക്ലാസ് ഫസ്റ്റ് ആയിട്ട് ക്യാഷ് അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1000 രൂപയാണ് ക്യാഷ് അവാർഡ്, 1ാം സമ്മാനം. അവള് 3ാം ക്ലാസ്സില് അവളാണ് ക്ലാസ്സിൽ ഫസ്റ്റ്. ഇക്കടെ നല്ല ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഹാപ്പിയാണ്, ഇക്ക് ഹാപ്പിയാണ്, ഞങ്ങള് ഹാപ്പിയാണ്. തീരെ വയ്യായിരുന്നു. എന്നിട്ട് പോലും ടീച്ചറെ വിളിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് സമ്മാനം ഉണ്ടെന്ന്. എന്നാലും ഞാൻ എത്ര വയ്യെങ്കിലും പോകുന്നു പറഞ്ഞിട്ട് പോയി. അൽഹംദുലില്ലാ. എന്റെ കുട്ടി അവിടെ നിന്ന് വന്നിട്ട് ഈ സ്കൂളിൽ ചേർന്നിട്ട് വെറും 3 മാസമായിട്ടുള്ളൂ കേട്ടോ. അവള് ഇവിടെ പഠിച്ചത് തന്നെയാണ്, 1ാം ക്ലാസ്സും ഒക്കെ ഇവിടെ തന്നെയാണ് പഠിച്ചത്. പിന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. എന്നാലും വീണ്ടും വന്ന് 3 മാസം കൊണ്ട് അവള് അവിടെ 3ാം ക്ലാസ്സിൽ 1ാം സ്ഥാനം വാങ്ങിയെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എനിക്ക് അവിടുത്തെ ടീച്ചർമാർക്കാണ് കേട്ടോ. കാരണം എന്റെ പ്രയാസങ്ങള്, എന്റെ വിഷമങ്ങള്, എന്റെ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക്, അതായത് സ്കൂളിൽ അവരെ ഒന്ന് ചേർക്കാൻ, ഒരു സ്കൂളിൽ പോവാൻ പോലും എനിക്ക് പറ്റിയില്ല. കാരണം എന്റെ കാര്യങ്ങൾ അറിയാലോ. അവിടെ പോണ്ടി കൂടെ വന്നിട്ടില്ല എനിക്ക് സ്കൂളിൽ അവരുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട്. അതിന് പോലും എനിക്ക് ഇട വന്നിട്ടില്ല. അവര് തന്നെ, ടീച്ചർമാർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ശരിയാക്കിയത്. അതുപോലെ അവൾക്ക് ഒരു ടെൻഷനും കൊടുക്കാതെ എല്ലാ സപ്പോർട്ടും കൊടുത്ത്. ഫൈമോനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടതാ. അവൻ UKG ബേബിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോ അവിടുത്തെ ടീച്ചർമാര് അവൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത്, സ്നേഹം കൊടുത്ത്, അവളെ പഠിപ്പില് മികവില് കൊണ്ടുവന്ന് 1ാം സ്ഥാനം
അതായത് നമ്മുടെ ഈ സാഹചര്യത്തിൽ ഈ സിറ്റുവേഷനിൽ അവൾക്ക് 1ാം സ്ഥാനം കിട്ടി ഒരു 1000 രൂപ ക്യാഷ് അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അല്ലേ? സന്തോഷല്ലേ? ഹാപ്പി ആയാ? ഹാപ്പിയാടാ? അവള് ഡാൻസിന് കൂടിയതായിരുന്നു. പിന്നെ കുറച്ചൊക്കെ കളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഉമ്മ ഞാൻ ഡാൻസിനില്ല വേണ്ട പറഞ്ഞു വാശി പിടിച്ചു. അപ്പൊ പിന്നെ ഞാൻ അവളുടെ ഇഷ്ടങ്ങൾക്ക് വിട്ടു. അവള് ശരിയില്ല എന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ അൽഹംദുലില്ലാ നല്ല സന്തോഷമുണ്ട്. തൊണ്ടയ്ക്ക് നല്ല വേദന ഉണ്ട് കേട്ടോ, നല്ല വേദന ഉണ്ട്. അപ്പൊ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ സൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ പറ.